നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്ക്രിപ്റ്റ് ഞാൻ മുഴുവനായിട്ട് വായിച്ചാട്ടോ. ആ ക്യാരക്ടറിന് ഇതിനേക്കാൾ നല്ലൊരു സെലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താ പറയാ, ഈ ഗ്രാമത്തിന്റെ പച്ചപ്പ് നേരിട്ട് കണ്ടുപിടിക്കാന്നൊക്കെ പറയില്ലേ. രാധികേ, ഹീറോയുടെ കോംപ്ലിമെന്റ് കേട്ടില്ലേ നീ? പൂജയ്ക്ക് ഇനി സമയമുണ്ടല്ലോ സാർ. ഏയ്, നമ്മുടെ പ്രൊഡ്യൂസർ 5 മിനിറ്റ്സിനുള്ളിൽ എത്തും. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പൂജയിലേക്ക് കടക്കാം. ഓക്കെ, ദെൻ യാത്രയുടെ നല്ല ക്ഷീണമുണ്ട്, എനിക്കൊന്ന് ഇരിക്കാലോ. ഷുവർ. രാധിക, പ്ലീസ് കം. വരുൺ, നീ ഇരിക്ക, ഞാനിപ്പോ വരാം. ചെറിയൊരു മീറ്റിംഗ്. ആദി, 2 ചെയർ. ഇരിക്കും. ഇരിക്കടോ, ഇരിക്കേ. ആക്ച്വലി രാധിക എങ്ങനെ ഈ ഫീൽഡിലേക്ക്? ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ടാവുമല്ലോ, അതാ ഞാൻ ചോദിച്ചത്. അത് ഇന്ദ്രജിത് സാറിന്റെ ഡാൻസ് പ്രോഗ്രാം കണ്ടു, അങ്ങനെ സെലക്ട് ചെയ്തത്. ഓ, യു ആർ എ ഡാൻസർ. അതായിരിക്കും ഇത്ര ഷേപ്പായിരിക്കുന്നത്. എൻ്റെ അമ്മ തൃപ്പൂണിത്തറ RLVയിൽ ഭരതനാട്യം പഠിച്ചതാ. ഇപ്പൊ ചെയ്യുന്നില്ല കേട്ടോ, പക്ഷെ എവിടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടെങ്കിലും അമ്മ അവിടെ ഉണ്ടാവും. ഒരാളെ മനസ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം സംസാരിക്കുകയും ചെയ്യും. ഷൂട്ടിങ്ങിനിടെ ഒരു ദിവസം ഞാൻ അമ്മയെ വിളിക്കാം, രാധികയെ പരിചയപ്പെടുത്തി തരാം. രാധിക എന്റെ പടങ്ങളൊക്കെ കാണാറുണ്ടോ? അതോ? ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ശീലമില്ല. TV-യിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പൊതുവെ എല്ലാരെയും പോലെ സാറിന് ഞങ്ങൾക്കും ഇഷ്ടം. അടുത്ത ദിവസം മുതൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കാൻ പോവാം, അതും ഹീറോ ഹീറോയിൻ. പറ്റുമെങ്കിൽ ഈ സാറുവിളി നമുക്ക് ഒഴിവാക്കാം. കോൾ മീ വിശാൽ. അതെങ്ങനെയാ സാർ? അതാണ് എനിക്ക് കംഫർട്ട്. മറ്റുള്ളവരെന്നെ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. വെറുപ്പായിരിക്കും എന്നോട്. വെറുക്കട്ടെ, അങ്ങനെയെങ്കിലും വരുണിന്റെ തീരുമാനത്തിൽ നിന്ന് മാറട്ടെ. അതെ, കൺമുന്നിൽ ഒരാളിരുന്നിട്ട് താനെങ്ങോട്ട് പെട്ടെന്ന് പോയേ? അത് ഒന്നുമില്ല സർ, ഈ അന്തരീക്ഷമൊന്നും അങ്ങനെ പരിചയമില്ലാത്തോണ്ടാ. അതൊന്നും കുഴപ്പമില്ലടോ. ഷൂട്ടിംഗ് തുടങ്ങി 1-2 ദിവസത്തിനുള്ളിൽ നമ്മളൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇവിടെ സൃഷ്ടിക്കൂലേ? ഓ, ഒരു മിനിറ്റ്. ആ, ഹലോ സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.